അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. എനിക്ക് കുറേ ബിൽഡിംഗ് ബ്ലോക്സ് കിട്ടി. എന്നോടിത് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നൊന്നും എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടില്ല. അപ്പോൾ ഈ ബ്ലോക്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും കളേഴ്സ് എല്ലാം കൂടെ സെയിം കളേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാം. വൈറ്റ് എല്ലാം കൂടെ ഒരുമിച്ച്, ബ്ലൂ എല്ലാം കൂടെ ഒരുമിച്ച്, ഗ്രീൻ എല്ലാം കൂടെ ഒരുമിച്ച്, അങ്ങനെ കളേഴ്സിന്റെ ബേസിൽ നമുക്ക് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്തിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, ലാർജ് സൈസ് വരുന്ന എല്ലാം കൂടെ ഒരുമിച്ച് വെക്കാം, സ്മോൾ സൈസ് എല്ലാം കൂടെ വരുന്നത് ഒരുമിച്ച് വെക്കാം. അങ്ങനെ സൈസിന്റെ ബേസിൽ വേണമെങ്കിൽ നമുക്ക് ബിൽഡിങ് ചെയ്യാം. അല്ലെങ്കിൽ ഷേപ്സിന്റെ ബേസിൽ സ്ക്വയർ എല്ലാം കൂടെ ഒരുമിച്ച്, റെക്റ്റാങ്കിൾ എല്ലാം കൂടെ ഒരുമിച്ച്, അങ്ങനെ ഷേപ്പിന്റെ ബേസിലോ കളറിന്റെ ബേസിലോ സൈസിന്റെ ബേസിലോ അങ്ങനെ എനിക്കിഷ്ടമുള്ളതുപോലെ ഇത് ബിൽഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ഒന്നും മെഷീന് പറഞ്ഞു കൊടുക്കാതെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീൻ തന്നെ അതിൻ്റെ ഒരു ഹിഡൻ പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതൊന്ന് ലേൺ ചെയ്യുന്നതിന് നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറേ പിക്ചേഴ്സ് ക്യാറ്റിൻ്റെ, കുറേ പിക്ചേഴ്സ് ഡോഗിൻ്റെ, കുറേ പിക്ചേഴ്സ് ബേർഡ്സിൻ്റെ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീനോട് ചോദിക്കുകയാണ് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. മെഷീൻ ഇതിൽ ഏതാണ് ഡോഗിൻ്റെ പടം ഏതാണ് ക്യാറ്റിൻ്റെ പടം എന്ന് അറിയത്തില്ല. പക്ഷേ മെഷീന് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ചിറകുള്ളതും ചുണ്ട് വേറെ രീതിയിലിരിക്കുന്നതിനെയൊക്കെ ഗ്രൂപ്പ് ആക്കാം. മീശയുള്ളതും നല്ല കൂർത്തിരിക്കുന്ന ചെവിയെല്ലാം ഉള്ളതിനെയൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കാം. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു പാറ്റേൺസ് വെച്ചിട്ട് നമുക്ക് പല ഗ്രൂപ്പ് ആക്കാൻ പറ്റും. അപ്പോൾ ഈവൻ കമ്പ്യൂട്ടറിന് ഇതിൽ ഏതാണ് ഡോഗ് എന്ന് അറിയത്തില്ലെങ്കിൽ പോലും ഈ ഒരു പടത്തിലെ ആ ഒരു ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര മെലഡി ടൈപ്പ് സോങ്സ് ആണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് പിന്നീട് എൻ്റെ റെക്കമെൻഡേഷൻസിൽ അതുപോലെ സിമിലർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ റെക്കമെൻഡേഷനിൽ വരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അടിച്ചുപൊളി പാട്ടുകളാണ് ഇഷ്ടമെങ്കിൽ കുറേ അടിച്ചുപൊളി പാട്ടുകൾ എൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നു. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ആമസോൺ എടുത്തു, എനിക്ക് കുറച്ച് വീട്ടിൽ വെക്കുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഞാൻ സെർച്ച് ചെയ്യുവാണ്. അപ്പോൾ അതുപോലെ സിമിലർ ആയിട്ട് കുറേ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ എനിക്ക് റെക്കമെൻഡേഷനിൽ വരുന്നു. അതല്ലെങ്കിൽ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു സിനിമ കാണുന്നു, എനിക്ക് ഭയങ്കര ആക്ഷൻ സിനിമകളാണ് ഇഷ്ടം അല്ലെങ്കിൽ കോമഡി സിനിമകളാണ് ഇഷ്ടമെങ്കിൽ കോമഡി സിനിമകളാണ് ഞാൻ എപ്പോഴും കാണുന്നതെങ്കിൽ എനിക്ക് കുറേ കോമഡി ഫിലിംസ് റെക്കമെൻഡേഷനിൽ വരുന്നു. അതായത് ഇപ്പം ഞാൻ സിസ്റ്റത്തിനോട് പറയുന്നില്ല എനിക്ക് കോമഡി ഫിലിംസ് ആണ് എപ്പോഴും ഇഷ്ടമെന്ന് പറയാതെ തന്നെ ഞാൻ കാണുന്ന ആ ഒരു പാറ്റേൺ വെച്ചിട്ട് എനിക്ക് കോമഡി ഫിലിംസ് റെക്കമെൻഡേഷനിൽ വരും. അപ്പോൾ ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീനെ ഒന്നും പഠിപ്പിക്കാതെ തന്നെ അത് അതിൻ്റെ ഒരു ഹിഡൻ പാറ്റേൺസോ ഒരു ഇതൊക്കെ വെച്ചിട്ട് ലേൺ ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്താണെന്ന് പറയാം.